ദൈവത്തിന്റെ തേജോ സിന്നിവിടെ ദൈവത്തിന്റെ തേജോ സിന്നിവിടെ പ്രകാശിക്കാതെ വെളിച്ചമായി പ്രകാശിക്കാതെ വെളിച്ചമായി ആത്മസന്തോഷം ആത്മസന്തോഷം
ഇന്ന് രാത്രികാലം നമ്മൾ ദൈവപാദപീഠത്തിലായിരിക്കുന്നത് വൃഥാവല്ല. നമ്മൾ ദൈവപാദപീഠത്തിലായിരിക്കുന്നത് ചിലത് പ്രാപിക്കുവാൻ തന്നെയാണ്. ആത്മാർത്ഥതയോടെ ഏകാഗ്രതയോടെ ദൈവകരങ്ങളിൽ പ്രാപിക്കുവാനായി തന്നെ തന്നെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. രാത്രികാലം നമ്മളുടെ മധ്യമുണ്ട്. അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യാനിടയായിത്തീരും. അവൻ നമുക്ക് വേണ്ടി വിടുതലുകളെ അയക്കുവാനിടയായിത്തീരും. രാത്രികാലം ആ വിശ്വാസത്തോടെ ഇന്ന് രാത്രികാലം തന്നെ കരകളിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ നമുക്ക് അയക്കാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ച് പ്രാർത്ഥിപ്പാനിടയായിത്തീരും. നമ്മുടെ ദേശത്തെയും ചുറ്റുവട്ടങ്ങളെയും ഓർത്ത് പ്രാർത്ഥിപ്പാനിടയായിത്തീരും. ഈ പ്രാർത്ഥനയൊന്നും വൃഥാവായി പോകത്തില്ല.
ഈ പ്രാർത്ഥനയൊക്കെയും ദൈവത്തിന്റെ കരമതിലമയിൽ ചലിക്കും. പിന്നത്തെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ കാണുവാനും നമ്മൾ അനുഭവിക്കുവാനും ഇടയായിത്തീരും. ആമേൻ. ഒരു വല്ലാത്ത ലോകത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. ആത്മീയരെന്ന് പറഞ്ഞുകൊണ്ട് ആമേൻ അനേകരെ ചൂഷണം ചെയ്യുന്ന, അനേക വ്യക്തികളെ തകർത്ത് കളയുന്ന, ദൈവിക അഭിഷേകത്തിൽ നിന്നും ദൈവിക കാഴ്ചപ്പാടുകളിൽ നിന്നും തകർത്ത് കളയുന്ന ഒരു മേഖലയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഇടയിലേക്ക് കള്ളപ്രവാചകന്മാർ കടന്നു വരാൻ സാധ്യതയുണ്ട്. ദൈവവചനം ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ ദുരു ഉപദേശക്കാർ എഴുന്നേൽക്കുവാൻ ഇടയായിത്തീരുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അത് നിവർത്തീകരിച്ചുകൊണ്ട് ആയിരിക്കുന്നു. എല്ലായിടങ്ങളിലും അതിന്റെ കള്ളപ്രവാചകന്മാരും ദുരുപദേശകന്മാരും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ആദ്യ കാലഘട്ടങ്ങളിലെ വിശ്വാസങ്ങൾ, ആദ്യ കാലഘട്ടങ്ങളിൽ യേശുവിന്റെ നിർദ്ദേശപ്രകാരം, യേശുവിന്റെ വചനപ്രകാരം, യേശു പഠിപ്പിച്ചതനുസരിച്ച് ആരും ഈ കാലഘട്ടത്തിൽ കർത്താവിനെ ബോധ്യപ്പെടുത്തുന്നതോ കർത്താവിന്റെ വേല ചെയ്യുന്നതോ ഇല്ല. എല്ലാവരും അവരവരുടേതായിരിക്കുന്ന നിലപാടുകൾ, അവരുടേതായിരിക്കുന്ന സ്ഥാനമാനങ്ങൾ, അവരുടേതായിരിക്കുന്ന നന്മയുടെ ഭാഗങ്ങൾ ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഈ കാലയളവുകളിൽ അനേകരെ സൂക്ഷണം ചെയ്തുകൊണ്ട് ദൈവിക വേലയെന്ന് പറഞ്ഞ അനേക ദൈവമക്കളെ തകർത്ത് കളയുന്ന കാലയളവാണ്. നമ്മളത് ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്ത് വേണം ഈ നാടുകളിൽ മുൻപോട്ട് യാത്ര ചെയ്യാൻ. നമുക്കറിയാം, അനേക സഭകൾ, അനേക ചർച്ചകൾ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന കാലയളവാണ്. എങ്ങനെ വിദേശ രാജ്യങ്ങളിൽ പോകാൻ കഴിയും, എങ്ങനെ വലിയ ബംഗ്ലാവുകൾ വെക്കുവാൻ കഴിയും, എങ്ങനെ ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ മാറി അതിലും വിലപിടിപ്പുള്ള കോടികളുള്ള വിലപിടിപ്പുള്ള വാഹനത്തിൽ സഞ്ചരിക്കാൻ കഴിയും, എങ്ങനെ എന്റെ തലമുറകളെ UK-യിലും കാനഡയിലും ഒക്കെ വിടുവാൻ കഴിയും എന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ചുകൊണ്ട് ദൈവവചനത്തിന്റെ മറവിൽ നിന്നുകൊണ്ട് മനുഷ്യനെ ചൂഷണം ചെയ്ത് അവനവന്റെ നിലപാടുകളെ വളർത്തിക്കൊണ്ടുവരുന്ന കാലയളവുകളിൽ ഇന്ന് രാത്രികാലം നമ്മൾ തിരിച്ചറിയണം. നല്ലൊരു തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, രണ്ടുള്ളവനും ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. ഹല്ലേലൂയ. നിന്നോട് വസ്ത്രമില്ലാത്തവന് നീ വസ്ത്രം കൊടുക്കുക, ആഹാരമില്ലാത്തവന് നീ ആഹാരം കൊടുക്കുക. ഹല്ലേലൂയ. രോഗിയായി വരുന്നവനെ നീ ശുശ്രൂഷിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതായിരിക്കുന്ന കാര്യങ്ങൾ ദൈവവചനത്തിൽ നമ്മൾ പഠിക്കുവാനും ചിന്തിക്കാനും നമ്മളെ പഠിപ്പിക്കുവാനും കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ മനസ്സിലാക്കാതെ ദുരുപദേശത്തിന്റെയും കള്ളപ്രവാചകന്റെയും പുറകിൽ നമ്മൾ പോയി നമ്മുടെ നന്മകളും നമ്മുടെ ആത്മീകമായ കാഴ്ചപ്പാടുകളും നഷ്ടപ്പെട്ട് ഒരു വല്ലാത്ത ലോകത്തിലേക്ക് നമ്മളായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രികാലം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വാക്യം വായിച്ച് മൈക്ക് ഞാൻ ദൈവദാസന് കൈമാറാൻ പോകുകയാണ്. അതിന്റെ 2-ാം അധ്യായം അതിന്റെ 41-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റ് അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. യെരൂശലേമിൽ പത്രോസ് പ്രസംഗിക്കുമ്പോൾ യേശുവിനെ മാത്രം വിരൽ ചൂണ്ടിക്കൊണ്ട്, യേശുവിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പത്രോസ് പ്രസംഗിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ മാനസാന്തരപ്പെട്ട് യഹൂദന്മാർ കർത്താവിന്റെ നാമത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നവരെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3000-ഓളം പേർ ഒറ്റ പ്രസംഗത്തിൽ കർത്താവിനോട് ചേരുവാനിടയായിട്ട് അവർ സ്നാനമേറ്റു, അവർ കർത്താവിനോട് ചേരുവാനിടയായിട്ട്. അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കേട്ടു കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. എല്ലാവർക്കും ഭയമായി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. വിശ്വസിച്ചവരെല്ലാവരും ഹല്ലേലൂയ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് സകലതും പൊതുവായി എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന്റെ ആവശ്യം ഉള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുവാനിടയായിട്ടുണ്ട്. ആമേൻ. അവിടെ വായിക്കുന്നത് വചനം ആമേൻ നിങ്ങൾ വ്യക്തമായി ഒന്ന് വായിച്ചോണം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആമേൻ ഹല്ലേലൂയ ദാസന്മാരുടെ അല്ലെങ്കിൽ അഭിഷിക്തന്മാരുടെ അടുക്കിലേക്ക് ആമേൻ നന്മകൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഈ നന്മകൾ അവർ വാങ്ങിച്ചിട്ട് അവരുടേതായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി അവരുടേതായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ജീവിതത്തിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ആവശ്യങ്ങൾക്ക് വേണ്ടി അവിടെ അവർ ഉപയോഗിച്ചെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവരത് വാങ്ങിച്ച് ആമേൻ ഇല്ലാത്തവനും ആമേൻ ഹല്ലേലൂയ പങ്കിട്ട് അവരൊരുപോലെ കൊടുക്കുവാനായിട്ടുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ആമേൻ ദൈവവചനത്തിൽ നമ്മൾ ആമേൻ ഹല്ലേലൂയ ഏതൊരു പ്രസ്ഥാനത്തിൽ നിന്നാലും അവിടെ കേൾക്കുന്നതും കാണുന്നതും ചെയ്യുന്നതും ആമേൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കൊണ്ടുവരുവീൻ ഇതെല്ലാം ആമേൻ സാധാരണക്കാർ കൊണ്ടു കൊടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. വലിയ ആമേൻ ഫണ്ടുകളായി ആമേൻ കൊണ്ടുകൂടിക്കൊണ്ട് അവർ എന്ത് ചെയ്യുന്നു? അവർ നല്ല ബിൽഡിങ്ങുകൾ പണിയുന്നു, അവർ നല്ല കാറുകൾ സഞ്ചരിക്കുന്നു, അവരുടേതായ മക്കളെ യുകെയിലും അമേരിക്കയിലും വിടുന്നു. ആമേൻ അവരുടെ ജീവിതം സമൃദ്ധിയായി മുമ്പോട്ട് പോകുന്നു. ഹല്ലേലൂയ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരുള്ളവർ കൊണ്ടുകൊടുക്കുന്ന നന്മയ്ക്ക് അവർക്കെന്ത് പ്രതിഫലമുണ്ട്? ആമേൻ. അവർക്കെന്ത് പ്രതിഫലമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നു ആമേൻ ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ അടുക്കിലേക്ക് നന്മകൾ കൊണ്ടുചെന്നപ്പോൾ അത് അവൻ പതുക്കെ അവൻ ഇല്ലാത്തവർ കൂടെ കൊടുത്തിട്ട് അവരൊരുപോലെ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുവാനിടയായി തീർന്നു എന്ന് വായിക്കുന്നു. അതാണ് യഥാർത്ഥമായ കർത്താവിന്റെ ശുശ്രൂഷ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞേ ആമേൻ രണ്ടുള്ളവൻ എന്ത് ചെയ്യട്ടെ? ഒന്ന് ഇല്ലാത്തവന് കൊടുക്കട്ടെ. രണ്ട് നിന്റെ കയ്യിലുണ്ട് ആമേൻ, അത് നിനക്കും ആമേൻ നിന്റെ ആമേൻ തലമുറകൾക്കും ആമേൻ എന്ന് നീ വിചാരിക്കാതെ ആമേൻ ഒന്നുപോലും ഇല്ലാത്തവൻ നിന്റെ അരികിൽ നിൽക്കുമ്പോൾ രണ്ട് നിന്റെ കയ്യിൽ പിടിച്ച് സന്തോഷിച്ച് നിൽക്കാതെ അതും ഒന്ന് നീ ഇല്ലാത്തവന് കൊടുക്കുക. ആമേൻ. അതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഹല്ലേലൂയ ദുരുപദേശക്കാരും കള്ളപ്രവാചകന്മാരും ആമേൻ ഹല്ലേലൂയ സമൂഹത്ത് ആമേൻ ദൈവവചനം ആമേൻ കൊള്ളയടിച്ചുകൊണ്ട് ആമേൻ ഹല്ലേലൂയ കർത്താവിനെ വിറ്റ് ആമേൻ കോടികൾ സമ്പാദിക്കുമ്പോൾ ഇന്ന് രാത്രികാലം സാധാരണക്കാരായ നമുക്ക് പറയാൻ കഴിയണം ആമേൻ ഹല്ലേലൂയ ഞാൻ എൻ്റെ കർത്താവിനെ വിശ്വസ്തയോടെ ആമേൻ നീതിയോടെ ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. അവൻ പറഞ്ഞ കൽപ്പന അനുസരിച്ച് ഞാൻ കർത്താവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ആമേൻ. അവന്റെ നിർണയ പ്രകാരം ഞാൻ കർത്താവിനെ ആരാധിക്കും. ഇന്ന് രാത്രികാലം ആമേൻ അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചതുപോലെ കർത്താവിനെ ആരാധിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. നീ ഇല്ലായ്മക്കാരനായിരിക്കും, പക്ഷേ ആമേൻ ഹല്ലേലൂയ നിന്റെ കയ്യിൽ രണ്ടുണ്ടെങ്കിൽ ഒന്ന് നിന്റെ കാലം ഇല്ലാത്തവന് കൊടുത്ത് അവനെ കൂടെ ആമേൻ ഹല്ലേലൂയ ചേർത്ത് പിടിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥ ദൈവ പൈതൽ, അവനാണ് യഥാർത്ഥ സുവിശേഷകൻ, അവനാണ് യഥാർത്ഥ ആമേൻ ഹല്ലേലൂയ പ്രവാചകൻ, അവനാണ് യഥാർത്ഥ ആമേൻ ഹല്ലേലൂയ ആമേൻ അഭിഷേകൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രികാലം തിരിച്ചറിയണം ഹല്ലേലൂയ സാധാരണപ്പെട്ട ജനത്തെ കബളിപ്പിച്ച് പണം സമ്പാദിച്ച് AC കാറുകളിലും
ആമേൻ വലിയ വലിയ ആമേൻ ഹല്ലേലൂയ കൊട്ടാരങ്ങളിലും ആമേൻ ഹാലിലും പാർക്കുന്ന ആമേൻ അഭിഷിക്തന്മാരെ നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ തിരിച്ചറിയണം. ആമേൻ അവർ വചന കൊള്ളക്കാരാണ്. ആമേൻ അവർ വചനത്തെ ആമേൻ വിറ്റ് കാശുണ്ടാക്കുന്നവരാണ്. ഇന്ന് രാത്രികാലം അത് തിരിച്ചറിഞ്ഞ് ആമേൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ സന്ദർശനം അവരുടെ മേൽ വരട്ടെ. സന്ദർശനം ഇങ്ങനെയുള്ളവരുടെ മേൽ കർത്താവ് വരട്ടെ. ഹല്ലേലൂയ അയക്കട്ടെ. ആമേൻ ഹല്ലേലൂയ രാത്രികാലം പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. രാത്രികാലം തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങളിൽ ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് കടക്കാം. രാത്രികാലം ഹല്ലേലൂയ ശ്രേഷ്ഠ ദൈവദാസൻ നമ്മുടെ കൂടെയുണ്ടല്ലോ. ആമേൻ ഹല്ലേലൂയ ദിവസങ്ങളായി കടന്നു വരുവാൻ കഴിഞ്ഞില്ല. ഇത് രാത്രികാലം നമ്മളോടൊപ്പമുണ്ട്. ആമേൻ തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിന്റെ വചനം തനിക്ക് കൊടുത്തിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ നിയോഗം അനുസരിച്ച് ആമേൻ ഹല്ലേലൂയ മായങ്ങളോ കലർപ്പുകളോ ഇല്ലാതെ ആമേൻ ഹല്ലേലൂയ ദൈവം കൊടുത്തിരിക്കുന്നതായ നിയോഗം അനുസരിച്ച് ദൈവം കൊടുത്ത വെളിപ്പാടനുസരിച്ച് ഇന്ന് രാത്രികാലം ദൈവജനത്തിന്റെ ഇടയിൽ ആമേൻ ശുശ്രൂഷിപ്പാൻ തന്നെ കർത്താവ് ബലപ്പെടുത്തേണ്ടതിന് ശക്തീകരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവദാസനെ മുമ്പോട്ട് ക്ഷണിക്കാം. ദൈവത്തിനെ ഒരിക്കൽ കൂടെ സ്തോത്രത്തോടെ കാര്യമായിട്ട് ദൈവത്തെ സ്തുതിക്കാൻ. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ല ഒരു രാത്രികാലം കർത്താവിനെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട സ്തോത്രം ഒരു നല്ല രാത്രികാലമാണ്. തീർച്ചയായിട്ടും സ്തോത്രം ദൈവം എത്രത്തോളം നടത്തുന്നുണ്ട്. എത്രയോ ആയിരങ്ങൾ സ്തോത്രം ഈ ഭൂമിയിൽ സമാധാനം നഷ്ടപ്പെട്ട് വല്ല വിധേനയും ജീവിതം കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ഭക്ഷ്യപ്പാനാകാൻ ധരിക്കുവാൻ വസ്ത്രവും കിടന്നുറങ്ങുവാൻ പാർപ്പിടവും സ്നേഹിക്കുവാൻ മക്കളെ ഒക്കെ തന്ന പണ്ടത്തേക്കാൾ വ്യത്യസ്തമായ നിലയിൽ കർത്താവ് നടത്തുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ യോഗ വിശുദ്ധൻ കുടുംബം അതുപോലെ തന്നെ വിശ്വനാഥന് അവനെ തൻ്റെ സഹായി ഉപയോഗിച്ചാൽ സ്തോത്രം. അതുപോലെ തന്നെ പ്രിയ സഹോദരി അവനെ ബലമാർത്തുന്ന പ്രിയ സഹോദരി, അതുപോലെ തന്നെ സഹോദരി കുഞ്ഞും പ്രിയ മാതാവ്, എൻ്റെ ഫ്രണ്ടിലായിട്ടിരിക്കുന്ന പ്രിയ സ്തോത്രം കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. വിശേഷം സ്തോത്രം പ്രിയ ഷീലൻ്റെ സഹോദരിക്കും സ്നേഹവന്ദനം അറിയിക്കുന്ന സ്തോത്രം. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ഒത്തിരി നാളുകളായി ഞാൻ ആരാധനയ്ക്ക് പങ്കെടുത്തിട്ടു. ഇന്ന് സ്തോത്രം 3-4 മണി ഞാൻ പാസ്റ്റർ പറഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ പ്രസംഗിക്കാനൊന്നും എനിക്ക് അവസരം തരുന്നത് ഒരു പക്ഷേ ടൈറ്റസ് പാസ്റ്റർ വരാൻ സാധ്യതയുണ്ട്. ഞങ്ങൾ പകൽ സംസാരിച്ചപ്പോൾ വരുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ ഞാൻ തന്നെ മുൻപേ ഒന്ന് പറഞ്ഞു കൺഫ്യൂഷനാണ്. എല്ലാവരും മൈൻഡ് ചെയ്യണ്ടേ സ്തോത്രം. ഇന്ന് ആരെങ്കിലും മൈൻഡ് ചെയ്യാൻ അറിയാതെ വിട്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു പാസ്റ്റർ എനിക്ക് അവസരം കിട്ടട്ടെ, ഞാൻ പാടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തോളാം. പാസ്റ്റർ വരുവാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. സ്തോത്രം. തീർച്ചയായിട്ടും സ്തോത്രം മഴയുടെയൊക്കെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം വരാൻ കഴിഞ്ഞില്ല. സ്തോത്രം. കാലാവസ്ഥ പെട്ടെന്നുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒത്തിരി സ്തോത്രം വചനങ്ങൾ കേൾക്കുകയും പെട്ടെന്ന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അധികമായി നടത്തട്ടെ, സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. പ്രാരംഭമായിട്ട് ദേവദാസൻ വളരെ സത്യസന്ധമായ ചില കാര്യങ്ങൾ അറിയിക്കാൻ കഴിയാത്ത സ്തോത്രം. അത് വാസ്തവമായൊരു കാര്യമാണ്. നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഒക്കെ ദൈവനാമത്തിന് വേണ്ടി ചിലവിട്ട് ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് സ്തോത്രം കാരണമാകുന്ന ഉപദേശങ്ങൾ അത് സ്തോത്രം എന്താ പറയുന്നത്, ഇതിനെ ദുരുപയോഗം ചെയ്തിട്ട് സ്തോത്രം അനേകരങ്ങനെ ആയിരിക്കുന്നു. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള സ്തോത്രം ചതിയിലൊന്നും പെടാതെ
കർത്താവിന്റെ വരവാസനമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോക സംഭവങ്ങളൊക്കെ വളരെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കാലങ്ങളിൽ വളരെ ബുദ്ധിയോടെ ജ്ഞാനത്തോടെ നമുക്ക് മുന്നേറാം. പരിശുദ്ധാത്മാവിനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. വളരെ ശ്രദ്ധിച്ച് നമ്മൾ ഒത്തിരി ഒന്നും വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം നമുക്ക് ദൈവം പ്രാർത്ഥനയോടെ ദൈവം തന്നിരിക്കുന്ന ആ ബുദ്ധി അല്ലെങ്കിൽ കഴിവ് പ്രാപ്തി കർത്താവിന്റെ കാര്യങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നാം വചനം വായിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി നമ്മോട് സംസാരിക്കും. തീർച്ചയായിട്ടും സംസാരിക്കും. ഞങ്ങൾ ബൈബിൾ പോലെ പഠിക്കുന്ന സമയത്ത് ഒരു സാറ് പറഞ്ഞ കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. ആര് പ്രസംഗിച്ചാലും ആര് ദൈവവചനം സംസാരിച്ചാലും സ്തോത്രം ആർക്കെങ്കിലുമൊക്കെ അത് പ്രയോജനം ചെയ്യുന്ന സ്തോത്രം സത്യമാണ്. കാര്യം ദൈവവചനമൊന്നും ആരുടെയും കുത്തകയല്ലല്ലോ, അതിന്റെ സത്യമൊക്കെ അല്ലേ, ആരുടെയും കുത്തകയല്ല. ആര് പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നുവോ ആ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്ന വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം കേട്ടിട്ട് ആർക്കെങ്കിലും ഒക്കെ അത് പ്രയോജനം ചെയ്യും. സ്തോത്രം. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. അങ്ങനെ കാരണം ദൈവമാണ് അതിൻ്റെ കാര്യസ്ഥൻ. അതുകൊണ്ട് അപ്പോൾ ഇവിടെ ആരും പിന്നെ നമുക്കറിയാം ഈ എല്ലാം തികഞ്ഞ ഒരാളില്ല. അങ്ങനെ ഉണ്ടാകാൻ പറ്റത്തില്ല. അങ്ങനെ ശ്രമിക്കുകയും വേണം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന കഴിവ് ഡെവലപ്പ് ചെയ്യുക. പാടാനാണോ, പ്രാർത്ഥിക്കാനാണോ, ഈ പറഞ്ഞതുപോലെ നല്ല കൊർന്നല്യോസ് അല്ലേ, കൊർന്നല്യോസ് നല്ല പ്രവൃത്തി ചെയ്തു. അമ്മ വായിച്ചിട്ടില്ലയോ? അമ്മ സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 10 വായിക്കുമ്പോൾ കൊർന്നല്യോസിന്റെ നല്ല പ്രവൃത്തിയാണ് അല്ലേ അമ്മ സ്തോത്രം അദ്ദേഹത്തെ ദൈവരാജ്യത്തിൽ ദൈവം കണ്ടു. അവിടെ പറയുന്ന എങ്ങനെയാണല്ലോ നിന്റെ പ്രാർത്ഥനയും നിന്റെ ആ ദാനധർമ്മവും ഞാൻ കണ്ടു. അവിടെ ഒത്തിരി അന്യമായിട്ട് പറഞ്ഞു 21 നിന്നോ 40 നിന്നോ അങ്ങനെയുള്ള വിഷയം. ഞാൻ ഈ വചനത്തെ കുറിച്ച് കൂലപക്ഷമായി പഠിച്ചു വരുമ്പോൾ എൻ്റെ അകത്തെ മനുഷ്യൻ നമ്മൾ പ്രാഗൽഭ്യമുള്ള മനുഷ്യനെ അകത്തുള്ളതാണ്. നല്ല പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിയാകുന്നുള്ളതാണ്. എന്ന് പ്രാഗൽഭ്യം എന്ന് പറയുമ്പോൾ കുറ്റമില്ലാത്ത മനസാക്ഷി ഉള്ളവരായി മനുഷ്യനോട് ദൈവത്തോടും ആയിത്തീരുക എന്നുള്ളതാണ്. പക്ഷേ ഈ ലോകം അതിന് വളരെ ദുഷ്കരമാണ്, വളരെ പ്രയാസം. ഒന്നൊക്കത്തില്ല, വീട്ടിൽ പോലും പറ്റത്തില്ല ചിലപ്പോൾ അല്ലേ. നമ്മൾ 4 പേര് അങ്ങനെ വീട്ടിൽ പോലും ചിലപ്പോൾ പ്രയാസം മുന്നോട്ട് പോകാം. പിന്നെ ബാക്കിയുള്ള കാര്യം പറയണം. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ദൈവത്തിന് നമ്മെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിന് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഒത്തിരി ഒന്നും ആമേ സ്തോത്രം പ്രസംഗിച്ചുകൊണ്ട് മുൻപോട്ട് താല്പര്യപ്പെടുന്നില്ല. എന്തെങ്കിലും ഒരു വാക്യം എടുത്താൽ നിന്നും ദൈവാത്മാവ് തരുന്ന ആമേ ചിന്ത പങ്കുവെച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ വചനത്തിലേക്ക് ശ്രദ്ധിക്കാം. അതിന് മുൻപായിട്ട് ഞാൻ എഴുതിയ പാട്ടിൽ 4 വരി ഇത് പാടിക്കോട്ടെ. സ്തോത്രം. സന്തോഷമാണെങ്കിൽ ആമേ സ്തോത്രം, കൊള്ളാമെങ്കിലും കൊള്ളത്തിലും സ്തോത്രം. ഓക്കെ, ഞാൻ വേഗത്തെ വചനത്തിലേക്ക് വരാം. സ്തോത്രം. പാട്ടിന്റെ വരികൾ ഇങ്ങനെയൊക്കെയാണ്. സ്തോത്രം. എൻ മനത്തകരും വേദനകൾ എനിക്കായി നീ സഹിച്ചു, നിൻ നിറമൊഴുക്കി എൻ്റെ പാവത്തെ കഴുകി ശുദ്ധനാക്കി. അത്ര വലിയ കാര്യം. ആമേ സ്തോത്രം. ഭയങ്കര ആമേ സ്തോത്രം. വചനം ആ വരികൾ പാടുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ നല്ല അർത്ഥമുള്ള വിഷയമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. സ്തോത്രം. അടുത്ത വരി ഇങ്ങനെ എഴുതിയേക്കും: നന്ദി ഞാൻ ചൊല്ലുന്നു എൻ ദൈവമേ, വാക്കു പോരാ, എൻ്റെ നാവ് പോരാ. അടുത്ത വരി ഇങ്ങനെയാണ്: പകരം തരാൻ എനിക്കൊന്നുമില്ല, പകരമായി എന്നെ ഞാൻ നൽകിയിടുന്നു. പകർന്നിടാമോ നിന്റെ ആത്മാവിനെ, പകർ അന്ത്യത്തോളം ഞാൻ വേല ചെയ്യാം. അടുത്തത്: മാനവ കുലത്തിനായി നീ മരിച്ചു, മാനവരാശികൾ നശിച്ചിടാതെ ക്രൂശിനെ നോക്കി രക്ഷ നേടൂ, ആത്മരക്ഷകൻ നിന്നെ വിളിച്ചിരുന്നു. സ്തോത്രം. അപ്പൊ ഇതിന് പാട്ടായിട്ട് വരണമെങ്കിൽ അതിനകത്ത് ആമേ ശ്രുതി ഉണ്ടായിരിക്കണം, ഭാവം ഉണ്ടായിരിക്കണം, പിന്നെ അതിൻ്റെ എന്താണ് ആമേ സ്തോത്രം താളം, വൃതം. ഈ 3 സംഗതി ഒരുപോലെ വന്നെങ്കിൽ മാത്രമേ പാട്ട് ഭംഗിയാക്കത്തുള്ളൂ. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു അതൊരു സാഹസ്യം ശ്രദ്ധിക്കുക. ഈ 3 സംഗതി ചേരുമ്പോഴാണ് അതിൻ്റെതായ തലത്തിൽ വരുമ്പോഴാണ് പാട്ട് ഭംഗി ആകുന്നത്, ശ്രുതിമധുരമായ ഒരു ഗാനമായി തീരുന്നുവെങ്കിൽ നമ്മൾ ഈ നടത്തി വരുന്ന ശുശ്രൂഷ ഇത്ര ഭംഗിയായി ചെയ്താൽ പറ്റും. ഹലോ, ഇവിടെ
മനസ്സിലായോ? ഒരു പാട്ട് പോലും അത് അതിന്റെ ശ്രുതിമധുരമായി നമ്മൾ പാട്ട് പാടുന്നതിന് സമയപ്പോക്കിനാണോ പാടുന്നത്? അല്ലല്ല, ആശ്വാസം കൊടുക്കുവാൻ, സമാധാനം കൊടുക്കാൻ, സന്തോഷിപ്പിക്കാൻ, അല്ലേ? അപ്പൊ ആ പാട്ടിന് ഈ പറഞ്ഞ സംഗതികൾ ഉണ്ടെങ്കിൽ സംഗതി ഭംഗിയാകത്തുള്ളൂ. എല്ലാവർക്കും ഒരു പക്ഷെ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പൊ ഒരു പാട്ട് പോലും ആരാധനാ ഗീതമാകട്ടെ ഏത് ഗാനമാകട്ടെ അത് അത്രയും ഗൗരവമുള്ള ഒരു വിഷയമാണെങ്കിൽ നമ്മുടെ ഈ 1.5 മണിക്കൂറത്തെ പ്രാർത്ഥനയുടെ ഓരോ ശുശ്രൂഷയും ഭയങ്കര വിലപ്പെട്ടതാണ്. ഇത് ആരാ ചെയ്യുന്നത്, ആരാ ചെയ്യിക്കുന്നതെന്നൊക്കെ നമ്മൾ ചിന്ത വേണം. ആ ചിന്ത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആരാധിക്കാൻ ഉത്സാഹം ഉണ്ടാകത്തുള്ളൂ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പഠിപ്പിക്കുക, നമ്മൾ പഠിക്കുക. ഞാൻ പാട്ടിലേക്ക് വരാം. എൻ മനം തകരും വേദനകൾ എനിക്കനി സഹിച്ചു, നിന്നിടമൊഴുകി എന്റെ പാപത്തെ നീ കഴുകി ശുദ്ധനാക്കി. എൻ മനം തകരും വേദനകൾ എനിക്കനി സഹിച്ചു, നിന്നിടമൊഴുകി എന്റെ പാപത്തെ നീ കഴുകി ശുദ്ധനാക്കി. നന്ദി ഞാൻ ചൊല്ലുന്നു എൻ ദൈവമേ, വാക്കുപോരാ എന്റെ നാവുപോരാ. നന്ദി ഞാൻ ചൊല്ലുന്നു എൻ ദൈവമേ, വാക്കുപോരാ എന്റെ നാവുപോരാ. എൻ മനം തകരും വേദനകൾ എനിക്കനി സഹിച്ചു, നിന്നിടം ഒഴുക്കി എന്റെ പാപത്തെ നീ കഴുകി ശുദ്ധനാക്കി. പകരം തരാൻ എനിക്കൊന്നുമില്ല, നൽകുന്ന പകരമായി എൻ ജീവനെ. പകരം തരാൻ എനിക്കൊന്നുമില്ല, നൽകുന്ന പകരമായി എൻ ജീവനെ. പകർന്നിടമോ നിന്റെ ആത്മാവിനെ, പകരത്തോളം ഞാൻ വേല ചെയ്യാം. പകർന്നിടമോ നിന്റെ ആത്മാവിനെ, പകരത്തോളം ഞാൻ വേല ചെയ്യാം. എൻ മനം തകരും വേദനകൾ എനിക്ക് നീ സഹിച്ചു, നിന്നിടമൊഴുക്കി എന്റെ പാപത്തെ നീ കഴുകി ശുദ്ധനാക്കി. മാനവകുലത്തിനായി നീ മരിച്ചു, മാനവരാശികൾ നശിച്ചിടാതെ. മാനവകുലത്തിനായി നീ മരിച്ചു, മാനവരാശികൾ നശിച്ചിടാതെ. ക്രൂശിനെ നോക്കി രക്ഷകരൂ, ആത്മരക്ഷകൻ നിന്നെ ഉയർച്ചിരുന്നു. ക്രൂശിനെ നോക്കി രക്ഷകരൂ, ആത്മരക്ഷകൻ നിന്നെ ഉയർച്ചിരുന്നു. എൻ മനം തകരും വേദനകൾ എനിക്കനി സഹിച്ചു, നിന്നിടം ഒഴുക്കി എന്റെ പാപത്തെ നീ കഴുകി ശുദ്ധനാക്കി. എൻ മനം തകരും വേദനകൾ എനിക്കനി സഹിച്ചു, നിന്നിടം ഒഴുക്കി എന്റെ പാപത്തെ നീ കഴുകി ശുദ്ധനാക്കി, കഴുകി ശുദ്ധനാക്കി, കഴുകി ശുദ്ധനാക്കി. കൊള്ളാമോ? ദൈവം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയിട്ട് ഈ പാട്ട് പാടി കർത്താവ് ചെയ്ത നന്മകളൊക്കെ ഓർത്തിട്ട് അവൻ കുരുവാക്കി വായിച്ച് വെച്ചിട്ട് പ്രാർത്ഥിച്ച് പാടിയതാണ്. അതാണ്ട് സ്തോത്രം ഏറിയ സമയം നിന്ന് കരയാൻ കരച്ചിലൊന്നും നിർത്താൻ പറ്റുന്നില്ല. കർത്താവ് ചെയ്ത ഓരോ നന്മകളും. സ്തോത്രം. പാട്ട് എഴുതാനുള്ള കാരണം അമിതാണ്. എൻ മനം തമ്മിൽ വേദന എനിക്കായി നീ സഹിച്ചു, നിന്നും ഒഴുക്കി എൻ്റെ പാപത്തെ കഴുകി ശുദ്ധനാക്കി. അത് പറയാൻ എൻ്റെ വാക്കും പോലെ നാവുകളും പോലെ. അങ്ങനെ രക്ഷിച്ചതാണ് ദൈവം നമ്മളെ, അല്ലേ? അപ്പൊ അതിന് അർത്ഥപൂർണമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് നയിക്കാൻ കർത്താവിനെത്തി. വേഗത്തിൽ വചനത്തിലേക്ക് വരാം. സ്തോത്രം. ഓക്കെ, നമുക്ക് വായിക്കാം. വളരെ പരിചയമുള്ളൊരു വാക്യം വായിച്ച്
പെട്ടെന്ന് ദൈവാത്മത്തിന്റെ ചിന്ത പങ്കുവച്ച് പങ്കെടുപ്പെടുന്നു. വായിക്കാതിനായി സ്തോത്രം. സുവിശേഷ പുസ്തകമായിരിക്കുന്ന ആവണി സ്തോത്രം. മത്തായി സുവിശേഷം 5-ാം അധ്യായം അതിന്റെ ആവണി സ്തോത്രം 13-ാമത്തെ വാക്യം വായിക്കും. ആ അതെ വായിച്ചു. അതെ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്ന ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം? അടുത്തത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നില്ല. സ്തോത്രം. അടുത്ത വാക്യം കൂടെ നമ്മൾ ചേർന്ന് വായിക്കേണ്ടതാണ്, പക്ഷെ വായിക്കുന്നില്ല. സ്തോത്രം. സർവശക്തനെ നീതിമാനായ നല്ല കർത്താവേ തിരുനാമത്തിന് സ്തോത്രം. മാറ്റമില്ലാത്ത തിരുവചനം അങ്ങനെ ആത്മാവിനാൽ സുവാസീയമായ ഈ വാക്യം അവൻ പ്രസംഗിക്കാൻ അങ്ങനെ ആത്മാവിന്റെ സഹായം ആവശ്യമാണ്. അടിയനെതിരായി ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ജനം ഞങ്ങൾ ഒരുമിച്ച് ഒരു പുത്തൻ അനുഭവത്തോടുകൂടി മടങ്ങുന്ന കർത്താവ് സഹായിക്കും. മാനമുഖത്തോട് കേൾക്കും. യേശു കൃത്യമൂലം ചോദിക്കുമ്പോൾ ദൈവം ഉണ്ടായി കേട്ട് ഉത്തരമാകണമേ. വാക്യം കണ്ടല്ലോ, വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തെ ശ്രദ്ധിച്ച്. യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ ശിഷ്യന്മാരോട് പലപ്പോഴും വചനം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രഭാഷണം നടത്തുമ്പോൾ അപ്പോ പ്രഭാഷണം നടത്തുമ്പോൾ തന്റെ കൂടെയുള്ള ശിഷ്യന്മാർ ആരാണെന്ന് നല്ല ബോധ്യം സ്തോത്രം യേശുവിനുണ്ട്. സ്തോത്രം. അതുകൊണ്ട് തന്നെ ഈ പ്രഭാഷണം നടത്തുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാക്കുന്ന വിധത്തിലാണ് പരിശുദ്ധാത്മാവ് സ്തോത്രം ഇടപെട്ടത്. കർത്താവ് അതിന് സ്തോത്രം കർത്താവ് ഉദാഹരണ വാക്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. സ്തോത്രം. ഞാൻ അച്ഛനെയൊക്കെ ഓർത്ത് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു. സ്തോത്രം. ഇപ്പൊ യോഗ ഒക്കെ നന്നായിട്ട് ലീഡ് ചെയ്യാനും എന്റെ സ്വഭാവവിശ്വാസിയാണ്. ഒത്തിരി ഉപവാസവും പ്രാർത്ഥനയായിട്ടൊക്കെ ഒത്തിരി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ദൈവം നടത്തിയത് സ്തോത്രം. ഓക്കെ. അപ്പോ അപ്പോ ഞാൻ പറഞ്ഞതുപോലെ നന്നായി മനസ്സിലാകത്തക്കവണ്ണമാണ്. കാരണം ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് അറിയാമോ? കർത്താവിന്റെ പ്രഭാഷണത്തിന്റെ പ്രബന്ധം അല്ലെങ്കിൽ അതിന്റെ പ്രസംഗത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എന്തിനെ കുറിച്ചായിരിക്കും? എന്താണ് കർത്താവിന്റെ വിഷയം? കർത്താവിന്റെ ലക്ഷ്യം എന്തിനെ കുറിച്ചായിരുന്നു അറിയാമോ? സ്വർഗത്തെ കുറിച്ച്. മറന്നുപോലെ കേട്ടോ. സ്വർഗത്തെ കുറിച്ചാണ് കർത്താവിന്റെ പ്രസംഗ വിഷയം മൊത്തവും ആസ്പദമാണ്. ദൈവരാജ്യത്തിൽ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് കുരിശുമരണം സ്വീകരിച്ചത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ തിരുവചനവും അത് തന്നെയാണ് സ്തോത്രം. അത് അറിയണമെങ്കിൽ ഈ സുവിശേഷ പുസ്തകമായിരിക്കുന്ന അതിന്റെ 5-ാമത്തെ വായിച്ചു വരണം. അതിന്റെ 7-8 സ്തോത്രം വാക്യങ്ങളോളം ഭാഗ്യവാൻ 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 വായിക്കാൻ സമയമില്ല. അതിന് ഒരു സ്തോത്രം ഒരു ഓപ്ഷൻ സ്തോത്രം അവിടെ ആത്മാവി തരത്തില് ആയ ഭാഗ്യവാന്മാർ അവർക്ക് സ്വർഗരാജ്യം അനുഭവം അല്ലയോ? ഈ ഒരു സ്തോത്രം ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു വിഷയം സത്യത്തിൽ നമുക്ക് ഇതുവരെ പൂരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആത്മാവിൽ ദരിദ്രരായവർ ബാക്കി 7 കിടക്കും ഇവിടെ ഉണ്ടല്ലേ. ആത്മാവിൽ ദരിദ്രനാക്കുക എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ആത്മാവ് വസിക്കാനുള്ള ഒരു ഇടം നമ്മുടെ ആത്മാവ് ഹൃദയമാക്കി എടുക്കുന്നതാണ്. അപ്പൊ യേശു നമ്മൾ ആത്മാവിൽ നോക്കുമ്പോൾ സമ്പന്നത എന്തൊക്കെ കാരണം അറിയോ? ഈർഷ്യ, പിണക്കം, ജാരസംഘം, ക്രോധം, പിണക്കുകണ്ണ് എന്നീ പറയപ്പെടുന്ന ഏതാണ്ട് ഒത്തിരി കൂട്ടം കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സമ്പന്നത. അപ്പൊ കർത്താവ് ഈ സമ്പന്നത അല്ല എനിക്ക് വേണ്ടത്. സ്നേഹം, സന്തോഷം, സമാധാനം, പരോപകാരം, ഇന്ദ്രിയ ജയം, ഈ പട്ടികയിലുള്ള സ്തോത്രം ആ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഇപ്പൊ നമ്മളെ എങ്ങനെ പഠിച്ചാലും തിരിച്ചു പഠിച്ചാലും മറിച്ചിട്ട് എങ്ങനെ പഠിച്ചാലും എന്തെങ്കിലുമൊക്കെ പോരായ്മ നമുക്കുണ്ട്. സ്തോത്രം. അല്ലേ? എന്തെങ്കിലുമൊക്കെ പോരായ്മ. നമ്മൾ എപ്പോ പ്രാർത്ഥിച്ചാലും പറയും കർത്താവേ എന്നെ ക്ഷമിക്കണമേ, ഞാൻ അന്ന് അറിയാതെ പറഞ്ഞു പോയി, അങ്ങനെ ഞാൻ കേട്ടുപോയി, അല്ലേ? കർത്താവിന്റെ അറിയാൻ ലോകം അങ്ങനെയുള്ളതാണെന്ന്. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് ഞാൻ ദിവസേന മാനസാന്തരപ്പെടുന്നു. മിനിറ്റ് കൊണ്ട്, മണിക്കൂർ കൊണ്ട്, സെക്കൻഡ് കൊണ്ട്, മണിക്കൂർ കൊണ്ട്
ആമേ ഒക്കെ ഒത്തിരി ഈ ലോകത്തിലാണെന്നുള്ള ജീവിക്കുന്നത്. അതുകൊണ്ടാണ് സ്തോത്രം. അപ്പോൾ ആമേ സ്തോത്രം. ഇവിടെ വായിച്ചത് നിങ്ങൾ അപ്പൊ കർത്താവിന്റെ മെസ്സേജ് എന്ന് പറയുന്നത്, പ്രസംഗ വിഷയം എന്ന് പറയുന്നത് സ്വർഗത്തെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ ആമേ സ്തോത്രം ഈ പറയുന്ന കാര്യങ്ങൾ ആമേ സ്തോത്രം ഒരു കാരണവശാലും പിതാവായ ദൈവം പുത്രനെ അയച്ചത്, ആ അയച്ച പുത്രനെ കൃത്യമായി ചെയ്തോ എന്ന് പിതാവ് നോക്കും. അയ്യോ, നോക്കുമ്പോ ഈ എന്റെ ജനമായിരിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത ജ്ഞാനമില്ലാത്ത ആമേ ഈ ആളുകളോട് ആമേ മനസ്സിലാക്കാത്ത ഭാഷയിൽ ഈ പറഞ്ഞാൽ എങ്ങനെ കാര്യം ശരിയാകുന്ന എന്ന് പറഞ്ഞ് ഒരുപക്ഷെ പിതാവ് ചോദിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ചോദ്യം വന്നാൽ മറുപടി പറയേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ആമേ സ്തോത്രം സകല മനുഷ്യർക്ക് മനസ്സിലാക്കുന്ന ഭാഷയിലെ കർത്താവ് പറഞ്ഞത്. സ്തോത്രം. അതിനെ ഉദാഹരിച്ചുകൊണ്ടാണ് യേശു പലപ്പോഴും ഉദാഹരണം എടുത്തിട്ടുണ്ട്. സ്തോത്രം അല്ലെ? നിങ്ങൾ ഒരാൾക്ക് 100 ആളുണ്ടെന്നിരിക്കട്ടെ അല്ലെ, അതിനെ ഒരെണ്ണം കാണാതെ പോയാൽ ആ ഒന്നിനെ തേടി പോകുന്ന വിശുദ്ധ നമുക്കറിയാം. ബാക്കി എത്ര 150 എല്ലാവരും അറിയാം. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വചനത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. അവൻ ദൈവന്മാർ എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം. ആരോടാ പറയുന്നേ? ശിഷ്യന്മാരോട് പറയാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. അടുത്ത വാക്യം, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തുകൊണ്ട് രസം വരുത്താം. സ്തോത്രം. ശിഷ്യന്മാർ പറ നിങ്ങൾ ഉപ്പാകുന്നു. സ്തോത്രം. അവരെങ്ങനെ എന്താളിച്ചിരിക്കും? നമ്മൾ ഉപ്പാകും. അപ്പൊ യേശു ഭയങ്കര വെളിപ്പാടാണ് പറയുന്നത്. സ്തോത്രം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. സ്തോത്രം. ഉപ്പിന്റെ ഗുണം എന്തൊക്കെയാ? ഉപ്പില്ലാത്ത ഒന്നുമില്ല. ഏത് പദാർത്ഥത്തിനും ഉപ്പ് ചേർത്താൽ പറ്റും. അപ്പൊ തന്നെ ആഹാരത്തിനക്കാർക്ക് മാത്രമല്ല ഉപ്പ്. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ച ചോദിച്ചു, ഉപ്പ് ഇതിനൊക്കെ കൊള്ളാം സിസ്റ്ററെ എന്ന് വെച്ചപ്പോ ഒരു രാജമസഭയിൽ പറയാം ഒച്ചിനെ കൊള്ളാം. ഇവിടെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് അവർക്ക് അറിയാവുന്ന ഭാഷ അങ്ങനെ വേണം, അങ്ങനെ പറയണം. കൊച്ചിനെ കൊല്ലാന്ന് പറഞ്ഞാൽ അത് കൊച്ചേരിയല്ല, ശരിയല്ലേ? നമ്മൾ ഈ ആഫ്രിക്കൻ വെച്ചിപ്പോ ഉപ്പിട്ടാണ് നശിപ്പിക്കുന്നത്. കൊച്ചിനെ കൊല്ലാം പല കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പെടാ പറഞ്ഞു. ഇതിനും കൊള്ളാം. ഹലോ ശ്രദ്ധിച്ചേ, ആമേ സ്തോത്രം. ഇതിനും കൊള്ളാം. സ്തോത്രം. അപ്പോൾ സ്തോത്രം ഉപ്പ് ആമേ സ്തോത്രം ടേസ്റ്റ് വരുത്തുന്നതാണ്. പരിധി കൂടുതലായ ടേസ്റ്റ് ഒക്കെ മാറും ചിലപ്പോൾ അല്ലേ? ആമേ സ്തോത്രം. വഴക്കൊക്കെ പറഞ്ഞിട്ടില്ലേ? ഉപ്പെല്ലാം കൂടെ വാരി ഇട്ട് ആകെപ്പാടെ കശവിശ ഉണ്ടാക്കും. സ്തോത്രം. ഈ ഉപ്പ് ആമേ കീടങ്ങളെ നശിപ്പിക്കുന്ന സ്തോത്രം അല്ലേ? ഉപ്പ് ഈ ഉപ്പ് ചിലരെ നശിപ്പിക്കാൻ പറ്റും, ചില വസ്തുക്കളെ നശിപ്പിക്കാൻ പറ്റും. ഞാൻ ഓർക്കുന്നു, ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കടയിൽ ടൈലറിംഗ് ഷോപ്പിൽ അതാണ് 10-25 ജോലിക്കാരുള്ള ആമേ സ്തോത്രം. 10-25 പേര് ജോലി ചെയ്യുന്ന ടൈലർ ഷോപ്പിൽ സമരം നടന്ന സ്തോത്രം. നടന്നപ്പോൾ ആമേ സ്തോത്രം ശമ്പളം കൂട്ടാത്തോണ്ട് സമരം നടന്നു കേട്ടോ. വിശ്വസിച്ചാണ് കേൾക്കുന്നുണ്ടോ? ആമേ സ്തോത്രം. അപ്പൊ നടന്നപ്പോഴേക്കും ഇവര് എല്ലാവരും പണിക്കാരെല്ലാം കൂടെ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇയാള് നമുക്ക് നമ്മുടെ ആനുകൂല്യം തന്നില്ലെങ്കിൽ ഇത്തരം മോതലെല്ലാം നശിപ്പിക്കും. ഇവര് എങ്ങനെ നുഴഞ്ഞു കയറി 10-25 മെഷീൻ തയ്ക്കുന്ന ആളുകള് ഉപ്പ് കൊണ്ട് കയറി അമ്മ കടക്കാതെ. ഞാൻ ഇന്ന് കടലായിരിക്കും പറയുന്നത്. അപ്പോ ഇവര് ഉപ്പ് മടി വെച്ചോണ്ട് അമ്മ ഒളിച്ചു വെച്ചോണ്ട് അകത്ത് കയറി അമ്മ ചെന്നിട്ട് ഈ ഉപ്പ് കൊണ്ടുവന്ന് ഈ മെഷീനകത്തൊക്കെ നിറച്ച് കളഞ്ഞിട്ടുണ്ട്. ഇവര് എന്നെ ക്രൂരത ചെയ്യുന്നത്. 1 മാസം കൊണ്ട് കട അടച്ചിട്ടിരുന്നു. അമ്മ അടച്ച കട തുറന്നു. അവൻ തുറന്നു നോക്കിയപ്പോൾ മെഷീൻ മൊത്തവും ദ്രവിച്ചു. അതിലെ വർഷങ്ങൾക്ക് ശേഷം അതിലൊരു ജീവനക്കാരൻ, ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഞാൻ വർക്ക് ചെയ്യാൻ ചെന്ന സമയത്ത് അദ്ദേഹം കൂടെ ഇതിനകത്ത് കടയിൽ വന്ന സംഭവങ്ങൾ എന്നോട് ഞങ്ങൾ പറഞ്ഞു. പിന്നീട് അവിടെ ശമ്പളം എഴുതുന്ന ഓഫീസറിൽ എഴുതിയേ കൊടുക്കത്തുള്ളൂ, ആനുകൂല്യം ചോദിക്കാൻ. അപ്പൊ ഞാനങ്ങനെ എഴുതി വാങ്ങിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ എത്ര വർഷം ചെയ്താലും ഒരാഴ്ചത്തെ പണികൾ ചെയ്തിട്ടുള്ളൂ. ഓഫീസറിൽ എഴുതി അവിടെ കൊണ്ട് തീർക്കും. അതിനാ കാര്യം അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഈ ഉപ്പ് കൊണ്ട് എന്ത് ചെയ്യാം? നശിപ്പിക്കാം. അങ്ങനെ ഗൗരവമുള്ള
ആമേൻ സ്തോത്രം ആമേൻ ഒരു വിഷയമാണ് നിങ്ങൾ. അതാ പറഞ്ഞത്. നിങ്ങൾ നിസ്സാരക്കാരല്ല. അപ്പൊ അങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ട അഭിഷേകമുള്ള ദൈവകൃപയുള്ള ഒരു ദൈവം പൈതൽ ആരാ? രുചിപ്പിക്കാം, പിണക്കാം, ദ്രവിപ്പിക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ദൈവത്തിന്റെ ഉദ്ദേശത്തോടു കൂടി ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന ഉദ്ദേശമേ നടക്കാവൂ എന്നുള്ള ദൈവം. ഇന്ന് രാത്രി ചിന്തിക്ക് ആമേൻ സ്തോത്രം. ഞാനെന്ന് പറയുന്ന ഉപ്പ് ആമേൻ സ്തോത്രം എങ്ങനെ മറ്റുള്ളവർക്ക് സഭയിൽ വീട്ടിൽ എങ്ങനെ പ്രയോജനം ചെയ്യും? ഞാൻ പറയുന്ന അന്യഭാഷ കൊണ്ട് ഞാൻ പഠിച്ച പാഠവത്തിൽ നിന്ന് ആമേൻ സ്തോത്രം എന്റെ മക്കൾക്ക് എനിക്ക് ഞാൻ മുഖേന സഭയ്ക്ക് ഈ ഉപ്പിന്റെ വല്ല ഗുണം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് കാര്യമില്ലാതെ പോയാൽ അത് എന്തുകൊണ്ട് രസം വരുത്താൻ പുറത്തിട്ട് ചവിട്ടി കളയാനല്ല ഒന്നിനും. പാട്ടുപാടുകയോ പ്രാർത്ഥിക്കുകയോ അന്യഭാഷ പറയുകയോ 21 എത്രയാ എന്തെല്ലാം കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും ഉപ്പിന് കാര്യമില്ലാതെ പോയാൽ ആമേൻ സ്തോത്രം ഞാനെന്ന് പറയുന്ന വ്യക്തിയെ അഭിഷേകമാകുന്ന സ്നേഹമാകുന്ന കാലമില്ലാതെ പോയാൽ പുറത്തിട്ട് ചവിട്ടാനേ. മനസ്സിലാക്കാം? പുറത്തിട്ട് ചവിട്ടാനേ കൊള്ളത്തില്ല, വേറൊന്നിനും കൊള്ളത്തില്ല. അപ്പൊ പുറത്തിട്ട് പിശാചി ചവിട്ടി അരയ്ക്കാനുള്ള വ്യക്തിയായിട്ടാണോ അതോ കാലമുള്ള ഉപ്പായിട്ടാണോ ഇരിക്കുന്നത്? അങ്ങനെ കാലം അവനെ നഷ്ടപ്പെടാത്ത ഒരു ഉപ്പാണെങ്കിൽ അത് ഭവനത്തിൽ പ്രയോജനപ്പെടണം. ഞാൻ ചെല്ലുന്ന മേഖലകളിൽ അത് പ്രയോജനം ചെയ്യണം. സ്തോത്രം. ആർക്കാ ഉപ്പ് വേണ്ടാത്ത? ആരെ ഇഷ്ടപ്പെടാത്ത ഉപ്പിന്? വെറുതെ ഞാൻ നാക്കി വെച്ച് അടുക്കളോട്ട് നിന്ന് കറങ്ങി തിരിയുമ്പോ എനിക്ക് രസമാണ് ചുരുക്കൊടുത്ത് നാക്കാൻ. അവൻ പഞ്ചസാര കണ്ടില്ലെങ്കിൽ അടുത്ത ഉപ്പിനെത്താൻ എന്തെങ്കിലുമൊക്കെ തൊട്ട് അതിനൊരു ടേസ്റ്റാണ്. അധികം വേണ്ട, ഒരു ടേസ്റ്റ്, ഒരു രസം. അപ്പോൾ ആ ഉപ്പിനേക്കാൾ വിശേഷതയുള്ളവരല്ലേ നമ്മൾ ഇവിടെ ഉണ്ടല്ലേ? അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം ഞാനൊരു ഉദാഹരണം പറയാം. ആമേൻ സ്തോത്രം ഈ സ്നേഹമാകുന്ന കാര്യമില്ലാതെ പോയ ശൗൽ ആമേൻ സ്തോത്രം എന്ത് ചെയ്തറിയാമോ? ഞാൻ ഇങ്ങനെ തപ്പിക്കൊണ്ടിരുന്നു. സ്നേഹം നഷ്ടപ്പെട്ട് സ്നേഹമാകുന്ന കാര്യമില്ലാതെ പോയ ശൗൽ എന്ത് ചെയ്തു? ആമേൻ സ്തോത്രം തന്റെ കയ്യിലിരുന്ന വാളുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവൻ മരിക്കുന്നതായിരുന്നു. അത് പ്രസംഗ വിഷയമാക്കി പിന്നെ സംസാരിക്കാൻ എനിക്ക് ഞാൻ വേഗത്തിനെ പറഞ്ഞു തരുക. കാരമുള്ള ആമേൻ സ്തോത്രം ഈ ഉപ്പാകുന്ന ദാവീദോ അനേകർക്ക് പ്രയോജനം ചെയ്തു. ഈ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ എപ്പോഴും ദാവീദിന് പ്രശ്നമാണ്, ദാവീദിന് പ്രതികൂലമായിരുന്നു. നമുക്കറിയാലോ അവരെ. അപ്പൊ അങ്ങനെ വല്ലാത്ത പ്രതികൂലം അവൻ ചെയ്ത് എങ്ങനെ ഇരിക്കുന്ന കാലയളവിൽ ഈ ആമേൻ സ്തോത്രം ദാവീദ് അഭിഷേകം ഉള്ളവനാണ്. ആമേ രാജസ്ഥാനത്തേക്ക് വന്നു. ആമേ രാജഭരണമൊക്കെ നടക്കുന്ന സമയത്ത് ആമേ കാര്യം നഷ്ടപ്പെട്ടു പോകാത്ത ദാവീദ് ആമേ സ്തോത്രം തന്റെ ഭരണകാലത്തിൽ പറയുന്ന ഒരു കാര്യം കൂടെ ഞാൻ എടുക്കാൻ സമയമില്ല. അദ്ദേഹം പറയുക ആമേ സ്തോത്രം ഈ ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നൊരു അന്വേഷണം നടത്തുന്നുണ്ട്. സ്തോത്രം. ആ ഭാഗപ്പെടുത്ത് വായിച്ചെങ്കിലേ അറിയത്തുള്ളൂ. ശൗലിന്റെ കുടുംബത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? ശൗൽ ആരാന്നറിയാമോ? കാലം നഷ്ടപ്പെട്ടു പോയ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ, അത് തിക്ത ഫലം അനുഭവിച്ച വ്യക്തിയാണ് ദാവീദ്. പക്ഷേ തന്റെ കാലം നഷ്ടപ്പെട്ടു സ്നേഹം നഷ്ടപ്പെട്ടു പോകുവാൻ പിശാച് കൂട്ടുപിടിച്ച് ദൈവകൃപ
ഇല്ലാത്തതായ ശൗലിനെ കൂട്ടുപിടിച്ചിട്ട് ഇവനെ നശിപ്പിക്കുവാൻ ആഗ്രഹിച്ചുവെങ്കിലും കാലം നഷ്ടപ്പെട്ടു പോകുക, സ്നേഹം നഷ്ടപ്പെട്ടു പോകാത്ത, അഭിഷേകം നഷ്ടപ്പെട്ടു പോകാത്ത ദാവീദ് പറയാ, സ്തോത്രം, എനിക്കത് വിഷയമല്ല, പക്ഷെ എന്റെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമെന്ന കാര്യം കിടപ്പുണ്ട്. അതുകൊണ്ട് നിന്റെ കുടുംബത്തിലുള്ള ആരെങ്കിലും രക്ഷപ്പെട്ട എനിക്ക് താല്പര്യമാണ്. കണ്ടോ? ശൗലിനോട് ചോദിച്ച ദാവീദ് പറയും, ഞാനൊരു യുദ്ധ സമയത്ത് ദൈവം എന്നെ കൊണ്ട് ചെയ്യിച്ച ആ പ്രവൃത്തി നിമിത്തമായി എന്നെ എത്ര വട്ടം കൊല്ലാൻ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല. ആ പുൽപ്പുറങ്ങളിൽ നിന്ന് കർത്താവിനെ വിളിച്ചു വേർതിരിച്ച് ആമേ കർത്താവിന് ഇഷ്ടം ചെയ്യുവാൻ എന്നെ വേർതിരിക്കപ്പെട്ടു എന്നുള്ള സത്യമാണ്. ആമേ സ്തോത്രം. പക്ഷേ അവിടെ തുടങ്ങി ഇതുവരെ എന്നെ കൊല്ലുവാൻ ആഗ്രഹിച്ച ആമേ സ്തോത്രം ഈ ശൗലുണ്ടല്ലോ, ആമേ പലപ്പോഴും പിശാചിന്റെ ഉള്ളിൽ ആമേ തന്ന ചിന്ത ഉണ്ടായിരുന്നു. അറിയാമോ, എന്നെ അന്വേഷിച്ചു വന്ന കാട്ടിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്തും എന്റെ മുമ്പിൽ കൊണ്ടു തന്നതാണ്. അവൻ കാരണം സ്നേഹം നഷ്ടപ്പെട്ടു പോകാത്ത ആമേ സ്തോത്രം. ദാവീദ് പറയുക, ഇവനെ കൊല്ലുവാൻ പാടില്ല, മാത്രമല്ല ഇവനെ കൊല്ലുന്ന കാര്യം പോലെ എന്റെ ഹൃദയത്തിൽ ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന നല്ലൊരു അഭിഷേകത്തെ കാണാം. അപ്പോ ഈ കാര്യമില്ലാതെ വന്ന അമ്മ പോയായിരുന്നെങ്കിലോ അമ്മ സ്തോത്രം, ഈ സ്നേഹമാകുന്ന കാര്യം നഷ്ടപ്പെട്ടു പോയെങ്കിൽ രാജസിംഹാസനത്തിൽ വരാൻ പറ്റത്തില്ല. അവിടെ തലമുറ പിന്നത്തേതിൽ ആമേ സ്തോത്രം അവയെ രാജസിംഹാസനത്തിൽ വരാൻ പറ്റത്തില്ല, അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ വരാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെങ്കിൽ വിളിയും തിരഞ്ഞെടുപ്പും ആമേ സ്തോത്രം മറന്നു പോകാത്ത ദാവീദ് എന്ത് ചെയ്തു? ആമേ തന്റെ മേലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോകാതെ, കാര്യം നഷ്ടപ്പെട്ടു പോകാതെ മറ്റുള്ളവർക്ക് പ്രയോജനമായി തീരുവാൻ ചെയ്തു. ആമേ ജീവിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും. നമ്മളോട് ചോദിക്കുന്ന ഭൂമിയുടെ ഉപ്പാകുന്നു. അതിനകത്ത് സ്നേഹമാകുന്ന കാര്യം നഷ്ടപ്പെട്ടു പോയാൽ എന്തുകൊണ്ട് പ്രയം ചെയ്യാൻ പ്രയോജനമില്ലാത്ത ചവിട്ടിക്കളയും അല്ലാതെ മറ്റൊന്നിനും അവൻ കൊള്ളുകാത്ത അനുഭവത്തിലേക്കല്ല ദൈവം ആക്കി വെച്ചിരിക്കുന്നത് എന്ന് അത് ഒന്ന് ശ്രദ്ധിച്ച്. നമ്മുടെ കുടുംബശ്രേഷ്ഠം നോക്കിയിട്ടല്ല, വിദ്യാഭ്യാസ യോഗ്യ നോക്കിയിട്ടല്ല, നമ്മുടെ പാരമ്പര്യം നോക്കിയിട്ടല്ല, കർത്താവ് മറന്നിട്ട് അവന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങി ആ സ്തോത്രം നോക്കേ ഈ വലിയ പദവി തന്ന ദൈവത്തിന് പിന്നത്തെ കാലം അല്ലെങ്കിൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയ ശൗലോ ഇതാ പിന്നത്തേതിൽ എന്ത് ചെയ്തു? തന്റെ പുറയിലിരിക്കുന്ന തന്റെ കയ്യിൽ ആമേ രക്ഷയ്ക്കായി താൻ ഉപയോഗിച്ച ആമേ ഉപയോഗിക്കേണ്ടുന്ന ഈ വാളിനെ തന്നെ ആമേ സ്തോത്രം തനിക്ക് ലഭിച്ച കൃപ തനിക്ക് ദോഷമായി വരാതെ ആമേ ദൈവം തന്ന കാഴ്ചപ്പാട്, ദൈവം തന്ന ശുശ്രൂഷകളും അതുപോലെ സൂക്ഷിച്ച് മുന്നേറിയാൽ ആമേ സ്തോത്രം ഇവിടെയും മാത്രമല്ല ദൈവരാജ്യത്തിനും പ്രയോജനമായി പരമാറ്റി. അതിനായിട്ട് ദൈവം നമ്മെ കണ്ടല്ലോ, നിങ്ങൾ ഭൂമിയുടെ ഉപ്പിന് കാരമില്ലാതെ പോയാൽ ആമേ സ്തോത്രം അവൻ പുറത്തിട്ട് ചവിട്ടുവാനല്ലാതെ എന്തുകൊണ്ട് രസമരുത്താം? അത് പുറത്തിട്ട് ചവിട്ടുവാനല്ലാതെ മറ്റൊന്നും കൊള്ളുന്നില്ല. അവൻ കൊള്ളാത്ത നിലയിലല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. അവൻ മറ്റുള്ളവർക്ക് പ്രയോജനം നമുക്ക് വ്യക്തിപരമായി നമ്മുടെ ദേശത്ത് നമ്മുടെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ഉണ്ടാകുന്നത്. അത് കാഴ്ചപ്പാട് വേണം. അതാണ് ദൈവാത്മാവ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു ഭാഗം സ്തോത്രം. അതിന് അവയെ ഉദാഹരണം ഒന്നും ഒട്ടും ചേർത്തല്ല. നിങ്ങൾ റോമലേഖനത്തിന് 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എന്ന് വായിക്കാമോ? റോമലേഖനം 1-ാം ഒന്ന് വായിച്ച് നമ്മൾ ആരാണെന്ന് പറഞ്ഞാൽ റോമലേഖനം 1-ാമത്തെ വാക്യം നിർത്തി വായിക്കുന്നത്. വിശുദ്ധ ലേഖനങ്ങളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിക്കപ്പെട്ട വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസന്മാരുമായ പൗലോസ് റോമിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും
വിശുദ്ധന്മാർക്കുമായിട്ട് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ആമേൻ സ്തോത്രം, അങ്ങനെ ഒരു ഗണത്തിൽപ്പെട്ടവരല്ലേ നമ്മൾ? ആണോ? ആ രണ്ടാമത് അവസാന സെന്റൻസ് ഒന്നുകൂടെ വായിക്കാൻ, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമിൽ ദൈവത്തിനും പ്രിയനും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരായ വിശുദ്ധന്മാരും എല്ലാവർക്കും എഴുതുന്നത് അല്ലേ? ആമേൻ സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മോട് പരിശുദ്ധന്മാർ, നിങ്ങൾ വിശുദ്ധരാണ്, നമ്മൾ വിശുദ്ധരായി ഇരിപ്പാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. പിന്നെ എന്തിനാ നമ്മൾ കുറയ്ക്കുന്ന ആ കാര്യത്തിൽ? നമ്മുടെ ഇരിപ്പും നമ്മുടെ രീതിയും നമ്മുടെ ഇപ്പോഴും ഒന്നും അല്ല. എല്ലാ അർത്ഥത്തിലും വ്യത്യാസം ഉണ്ടാകണം. സത്യം വെച്ചാ ഞാൻ വീട്ടിൽ ഞങ്ങളുടെ അപ്പച്ചനാണെങ്കിൽ പണ്ട് മാസത്തിന് അല്ല കൺവെൻഷനൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ അവിടെ വരുന്ന ഒത്തിരി സാമ്പത്തികമുള്ളവരൊക്കെ വരുന്ന കാണുമ്പോഴേക്കും പറയുക, ആ മാപ്പ വീട്ടിൽ വന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് ഇത്ര വെള്ളയില്ലാത്ത ഉള്ള പൂജാലും തൂണ്ട് നോക്കും. ഉള്ള പൂജാരമ്മയ്ക്ക് നീളം കൂടുന്നല്ലാതെ കളർ കൂടുന്നല്ലാതെ വെള്ളമാണ്. അപ്പൊ എന്താ കാര്യം അറിയോ? അപ്പോ ആ സ്റ്റേജിലിരിക്കുന്ന അതിനകത്ത് വന്നിട്ടുള്ള ആളുകളെ മൊത്തം പിടിക്കും. അവര് നല്ല ഭംഗിയുള്ള ഡ്രസ് ഇട്ടാക്കുന്നു, നല്ല പുസ്തകങ്ങള് എല്ലാം കൊണ്ടും അവരെ അങ്ങ് കൊള്ളാം. ഞാനും കൊള്ളാമെന്ന് നോക്കട്ടെ, അതിനായി മുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു ഗണത്തിൽപ്പെട്ട സ്ഥലക്കാരല്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം വീട്ടിൽ മോൻ കാണാൻ കർച്ചീഫ് വാങ്ങിച്ചു. ഞാൻ വാങ്ങിച്ചു നോക്കിയപ്പോൾ 300 രൂപയുടെ കർച്ചീഫ്. ഞാൻ ഒന്ന് എടുക്കണേ അരച്ചോളിയുടെ പിന്നെ 3 കർച്ചീഫിന് 300 രൂപ. ഇവിടെ 50 രൂപയുടെ കൊണ്ട് നമ്മളെ അടക്കുന്നത്. നേരം 100 രൂപയുടെ കർച്ചീഫ് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയുമോ, അദ്ദേഹം ഇന്നൊരു ശുശ്രൂഷയ്ക്ക് നാളെ പോകുന്നുണ്ട്, എനിക്ക് അത് ശുശ്രൂഷകളുണ്ട്. അപ്പൊ നല്ല നല്ല സ്റ്റേജുകളാണ് കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പൊ അവരുടെ മുമ്പിൽ പോയിട്ട് ആമേസ്തോത്രം ഇപ്പൊ പറഞ്ഞൊന്നും പറ്റത്തില്ല. അവിടെ വരുന്ന ആളുകളുടെ ആമേസ്തോത്രം അങ്ങനത്തെ ആളുകൾ നമ്മുടെ മക്കളൊക്കെ ലെവലാക്കിയല്ലോ സ്തോത്രം. പിന്നെ പറഞ്ഞു വന്നത്, നമ്മൾ ആ ഒരു കാറ്റഗറിപ്പെടുന്ന ആളുകളായി വരണം. നമ്മൾ വേണം യേശുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് നമ്മൾ വേണം അമ്മ വെളുക്കാവുന്ന പരമാവധി ഒളിപ്പിച്ചു അമ്മ സ്വന്തം. പക്ഷെ ഒരു കാര്യം, ആഡംബരമാകരുത് മാത്രമേ ഉള്ളൂ. ജഡത്തിന്റെ മോഹത്തിനാകരുത്, ജഡമോഹമാകരുത് അല്ലേ? ജഡമോഹമാകരുത്. അഭിവൃദ്ധി നല്ലതാണ്, ഭംഗി നല്ലതാണ്, പക്ഷെങ്കിൽ ജഡത്തിന്റെ ഇഷ്ടത്തിനാകരുത്. ദൈവനാമമഹത്വത്തിനാക്കി പ്രാഗൽഭ്യമുള്ളതായിരിക്കും. എത്ര ഒരുങ്ങിയാൽ സ്വത്രം അതിന്റെ വാക്കുകൾ നിർത്തണം. ആ ഒരു ലെവലിൽ നമ്മൾ സർക്കാർ നമ്മൾ ഭൂമിയുടെ സഹായിക്കട്ടെ എന്നോർപ്പിച്ച് അവസരം ലഭിച്ച് എന്റെ ശബ്ദം കേട്ട് എല്ലാവരും നന്ദി അർപ്പിക്കുന്നു. സഹായിക്കട്ടെ. ആലോചന ദേവദാസൻ നന്ദി പറയുന്നു. അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവകൃപയിലും അധികമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹമായിരിക്കുന്ന നല്ല ആമീൻ സന്ദേശമാണ് രാത്രികാലം സ്വർഗം നമ്മെ കൈമാറുന്നത്. ആമീൻ ഹല്ലേലൂയ, ഹല്ലേലൂയ. തന്റെ ശിഷ്യന്മാർക്ക് പോലും ആമീൻ ഹല്ലേലൂയ എന്താണ് കർത്താവ് പറയുന്നതെന്ന് അവർക്ക് പോലും ആമീൻ ഹല്ലേലൂയ ഗ്രഹിക്കുവാൻ കഴിയില്ലെന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആമീൻ അവർക്ക് ഗ്രഹിക്കുവാൻ തക്കവണ്ണമാണ് കർത്താവ് പറഞ്ഞ ഉപമ, പക്ഷേ അവർക്ക് അത് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്നാണ് അതിന്റെ യാഥാർത്ഥ്യം. ആമീൻ ഇവിടെ പറഞ്ഞത് എങ്ങനെയാണ്? 5:13 നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെ എന്തുകൊണ്ട് രസം വരുത്താം? ആമീൻ അല്ലെങ്കിൽ നിങ്ങൾ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ ആമീൻ നമ്മളെല്ലാവരും ഉപ്പാണ്. പക്ഷേ ഇതിനകത്തളങ്ങളിൽ ചെറിയൊരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് കർത്താവ്. ഹല്ലേലൂയ.
ഈ ഉപ്പിനെ പ്രാധാന്യപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. നമ്മളെല്ലാം